ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പെർത്ത് ഇന്ത്യൻ ക്രിസ്ത്യൻ ബ്രദറിനും ഷാലോം ഗോസ്പൽ മിനിസ്ട്രീസ് കണ്ണൂരും സംയുക്തമായി മാസത്തിന്റെ എല്ലാ അവസാനത്തെ ശനിയാഴ്ചകളിലും നടത്തിവരുന്ന സംഗീത ശുശ്രൂഷയാണ് ചാതുര്യ കീർത്തനം എന്ന പേരിൽ ഇന്ന് ഈ സൂം മാധ്യമത്തിലൂടെ നടത്തപ്പെടുന്നത്. ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ എൻ്റെ സ്നേഹവന്ദനം ആദ്യമായി അറിയിക്കുകയാണ്. ദൈവം ധാരാളമായി നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ മീറ്റിംഗ് ആരംഭിക്കാം. ഈ നാടുകളുടെ പ്രയാസം നമുക്കറിയാം. ശക്തമായ മഴ കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ വളരെയധികം പ്രയാസങ്ങൾ നമുക്ക് നേരിടുവാൻ ഇടയായിത്തീരുന്നുണ്ട്. പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇന്റർനെറ്റ് സംവിധാനം ലഭിക്കാത്ത പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അനേകർക്ക് ജോയിൻ ചെയ്യുവാനായിട്ട് സാധിക്കാത്ത സ്ഥിതിയും ഇന്ന് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. എങ്കിലും നമുക്ക് പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം ധാരാളമായി നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ മീറ്റിംഗ് ആദ്യോടന്തം യാതൊരു പ്രയാസങ്ങളുമില്ലാതെ നടത്തപ്പെടുവാൻ, ഇതിൽ ഗാനങ്ങൾ ആലപിക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് ആവശ്യമായിരിക്കുന്ന ദൈവകൃപ ലഭിക്കാൻ, അതുപോലെ തന്നെ ഇതിൽ ആരെങ്കിലും ഇനി ജോയിൻ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുവാൻ ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസനും ആവശ്യമായിരിക്കുന്ന കൃപ ലഭിക്കുന്നതിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. യാതൊരു വിധമായ സാങ്കേതിക പ്രയാസങ്ങളും ഈ മീറ്റിംഗിന്റെ മധ്യം ഉണ്ടാകാതെ ആദ്യോടൊപ്പം ഏറ്റവും അനുഗ്രഹമായി തീരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ തിരുവല്ലയിലായിരിക്കുന്ന പ്രിയ KM തോമസ് അങ്കിൾ പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിഥിയുമായി സ്നേഹിക്കുന്ന സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് കർത്താവെ ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് കർത്താവെ ദൈവമക്കൾക്ക് ഇങ്ങനെ ഒന്നിച്ചു കൂടുവാൻ, ഈ പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ചു കൂടുവാൻ, ഒന്നിച്ച കർത്താവെ കൂട്ടായ്മയുടെ സമയം ചെലവഴിപ്പാൻ കർത്താവ് ഞങ്ങളെ അനുവദിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുണ്ട്. അതിനായിട്ട് സ്തോത്രം. കർത്താവെ വിവിധ സ്ഥലങ്ങളിൽ യോജിച്ചിരിക്കുന്ന ഓരോ മെമ്പേഴ്സ് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇത്തരത്തിലുള്ള ബ്രദറൻ വിശ്വാസികളും അതുപോലെ കണ്ണൂരിലെ ഷാലോം ഗോസ്പൽ മിനിസ്ട്രി ചേർന്ന് നടത്തുന്ന ഈ ഗാന ശുശ്രൂഷ കർത്താവെ കഴിഞ്ഞ തിരുനാളുകളായി എല്ലാ മാസത്തിലും അവസാനത്തെ ശനിയാഴ്ച നടത്തുവാൻ കർത്താവ് അനുവദിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. ഇന്നും ആ രീതിയിൽ ഇവിടെ നടക്കുന്ന ശുശ്രൂഷ ഏറ്റവും അനുകൂലമായി പോകാൻ കർത്താവ് സഹായിക്കുന്നതിന് ഇതിലെ ഗാനങ്ങൾ ആലപിക്കുന്ന സഹോദരി സഹോദരന്മാരെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരൊക്കെ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ അവരെ കാത്തു സൂക്ഷിക്കണമേ. കർത്താവെ ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന പ്രിയ സഹോദരൻ കർത്തദാസിന് വിനോദ് തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ കൃപ സഹായിക്കണമേ. ഇതിന്റെ ബന്ധം അധ്വാനിക്കുന്ന പ്രിയ സഹോദരങ്ങളെയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വളരെ പ്രതികൂലമായ കാലാവസ്ഥയിലാണ് ഞങ്ങൾ ആയിരിക്കുന്നത്. വളരെ ശക്തിയായ മഴയും കാറ്റും ഒക്കെ ഉണ്ട്. അതിന്റെ മധ്യത്തിൽ കർത്താവെ സംവിധാനങ്ങൾക്ക് കർത്താവ് നെറ്റിന്റെ മറ്റ് പ്രയാസങ്ങളോ ഒന്നും ഉണ്ടാകാതെ കർത്താവ് ഈ മീറ്റിംഗ് അന്യവരെ കർത്താവെ അനുഗ്രഹമായ രീതിയിൽ തുടരുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗ് കർത്താവെ കടന്ന് ഏവർക്കും അനുഗ്രഹമായി തീരുവാൻ, മാത്രമല്ല അവിടുത്തെ വലിയ നാം മഹത്വപ്പെടുവാൻ ഇന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സ്തോത്രം കർത്താവ് യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. എല്ലാ പ്രാവശ്യവും പറയുന്നതാണെങ്കിലും പുതുതായി ജോയിൻ ചെയ്യുന്നവർക്ക് അവരുടെ അറിവിലേക്ക് വേണ്ടി പെർത്ത് ഇന്ത്യൻ ക്രിസ്ത്യൻ ബ്രദറൻ എന്നുള്ളത് ഓസ്ട്രേലിയയിലെ പെർത്തിൽ ബ്രദറൻകാരായിരിക്കുന്ന മലയാളികൾ ഒരുമിച്ച് കൂടി വരുന്ന ഒരു കൂട്ടായ്മയാണ് പെർത്ത് ഇന്ത്യൻ ക്രിസ്ത്യൻ ബ്രദറൻ. അതിന്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന കർത്താവിന്റെ ദാസൻ ജോൺ ചെറിയാൻ അങ്കിളിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും അദ്ദേഹത്തെ ഈ മീറ്റിംഗിലേക്ക് ഞാൻ സ്വാഗതവും ചെയ്യുന്നു. അദ്ദേഹമാണ് ഈ മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ ഷാലോം ഗോസ്പൽ മിനിസ്ട്രീസ് എന്നുള്ളത് കണ്ണൂർ ജില്ലയിലെ ഒരു ടീം പ്രവർത്തനമാണ്. ഈ നാളുകളിൽ ശ്രീകണ്ഠാപുരം എന്ന സ്ഥലത്ത് പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ രണ്ട് ശുശ്രൂഷകളെയും ഓർത്ത്
കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയെ ഞങ്ങൾ ചോദിക്കുകയാണ്. ഇന്ന് ഇവിടെ ഗാനങ്ങൾ ആലപിക്കുന്നത് മെൽബണിൽ നിന്നും ബ്രദർ സജീവ് മാത്യു, അതുപോലെ ബ്രദർ ഷാലിൻ വർഗീസ് ന്യൂയോർക്ക്, ബ്രദർ ഫിലിപ്പ് കെ ആൻഡ്രൂസ് ഡാലസ്, ബ്രദർ ലിജോ ജോർജ് കാനഡ, ബ്രദർ എറിക് എബിസൺ ചാത്തന്നൂർ, ബ്രദർ രാജു ജോർജ് ദോഹ, ബ്രദർ ആൽഫി ജെറാൾഡ് UK, സിസ്റ്റർ ലിൻഡ തോമസ് മെൽബൺ, സിസ്റ്റർ റൂബിൾ ജോബി ചെന്നൈ എന്നീ സഹോദരി സഹോദരന്മാരാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇന്ന് ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്നത് കഴിഞ്ഞ നാളുകളിലൊക്കെയും ഞങ്ങളുടെ പ്രോഗ്രാം നിരവധി തവണ ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസനാണ്. കോട്ടയത്ത് പറുതലമറ്റം എന്ന സ്ഥലത്ത് കർത്താവിന്റെ വേലയിലായിരിക്കുന്ന കർത്താദാസൻ വിനോദ് തോമസ് അവർകളാണ്. അദ്ദേഹം നമ്മോട് ഒരുമിച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട്. പ്രിയ അങ്കിളിനെ ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് ഈ മീറ്റിംഗ് അദ്ദേഹമാണ് ലീഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്ന എല്ലാ ദേവദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും അവരെയും ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടർന്നുള്ള മീറ്റിംഗ് ലീഡ് ചെയ്യുന്നതിന് വേണ്ടി കർത്താദാസൻ വിനോദ് തോമസ് അവരുടെ സ്നേഹത്തോടും ആദരവോടും കൂടി ഞാൻ ക്ഷണിക്കുകയാണ്. ദൈവത്തിന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരുമിച്ച് ഓടുവാൻ ദൈവം ഒരുക്കിയല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പെർത്ത് ഇന്ത്യൻ ബ്രദറൻ ചുമതല വഹിക്കുന്ന പ്രിയ ജോൺ ചെറിയാൻ സഹോദരൻ, അതുപോലെ കർത്താവിന്റെ വലിയൊരു ദാസൻ പ്രിയ ജോയ് കെ ജോൺ, ഇവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളായി ഈ ശുശ്രൂഷ ഇന്നലെ മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവരെ ബലപ്പെടുത്തുന്നല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാ സഹോദരന്മാരെയും സ്നേഹപൂർവ്വം അഭിവാദനം ചെയ്യുന്നു. ഈ രാത്രികാലം നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നത് നമ്മുടെ എവിടെ ആത്മീയ പൂർത്തിക്കും ദൈവനാമഹത്വത്തിനുമായിട്ട് തീരട്ടെ. ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ടായിരിക്കാം. ആദ്യമായിട്ട് ഒരു ഗാനം ആലപിക്കുന്നത് പ്രിയ സഹോദരൻ സജീവ് മാത്യു മെൽബൺ ആണ്. അദ്ദേഹം കോട്ടയം സ്വദേശിയാണ്, എൻ്റെ ഒരു സുഹൃത്താണ്. അന്നിൽ അദ്ദേഹത്തെ ഈ പ്ലാറ്റ്ഫോമിൽ പിന്നെയും കാണുന്നതിൽ സന്തോഷം. പ്രിയ സജീവ് മാത്യുവിനെ ഗാനം ആലപിക്കുവാൻ ക്ഷണിക്കുകയാണ്. അദ്ദേഹം ആലപിക്കുന്നത് ഓസ്ട്രേലിയയിൽ തന്നെയുള്ള ബ്രദർ TG ബോബൻ എഴുതിയ ഒരു മനോഹരമായ ഗാനമാണ്. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. നമുക്കൊരു പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം, ഏറ്റവും വലിയ സമാധാനം. ആ ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥനയിലൂടെ ദൈവസന്നിധിയിൽ അടുത്ത് വരുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്കും നമ്മുടെ പ്രതിസന്ധികൾക്കും ഒക്കെ ഒരു പരിഹാരം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ആ ദൈവം പ്രാണനെ കാക്കുന്ന ദൈവമാണ്. മാത്രമല്ല, പാരതിയിൽ പാചകൻ അടിയാന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവമാണ്. യേശുനാഥനാം ഏക ദൈവം എന്ന് TG ബോബൻ എഴുതുകയാണ്. നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുകയും നമ്മുടെ പാപം പരിഹരിച്ച് നമ്മളെ ദൈവമക്കളാക്കി സ്വർഗത്തിന് അവകാശികളാക്കി തീർക്കുകയും ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തു, ആ കർത്താവ് നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ സദാ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മെ ചേർപ്പാൻ അവിടുന്ന് വേഗം വരുന്നു. ആ മനോഹരമായ ഗാനം ഇപ്പോൾ പ്രിയ സജീവ് മാത്യു മെൽബണിൽ നിന്ന് ആ ഗാനം ആലപിക്കുന്നതാണ്. അതിനായി പ്രിയ സഹോദരൻ സജീവ് മാത്യുവിനെ ഹാർദവമായി സ്വാഗതം ചെയ്തു.
പാതകനടിയന്റെ കണ്ണീർ തുടയ്ക്കുന്ന ദൈവം, യേശുനാഥനാമെന്നേക ദൈവം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, പ്രാണനെ കാക്കുന്ന ദൈവം, പാരിതിലേഴയാം പാതകനടിയന്റെ കണ്ണീർ തുടയ്ക്കുന്ന ദൈവം, യേശുനാഥനാമെന്നേക ദൈവം. കൂരിരുൾ വീഴുമൻ ജീവിതവീതി കാവൽ വിളക്കാണു ദൈവം. കൂരിരുൾ വീഴുമൻ ജീവിതവീതി കാവൽ വിളക്കാണു ദൈവം. വേദനയേറുമി യാതുരവേളയിൽ ആലംബദായകൻ ദൈവം. ആഴികളിൽ തിരമാലകളിൽ അമരത്താണിയായി ദൈവം, യേശുനാഥനാമെന്നേക ദൈവം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, പ്രാണനെ കാക്കുന്ന ദൈവം, പാരിതിലേഴയാം പാതകനടിയന്റെ കണ്ണീർ തുടയ്ക്കുന്ന ദൈവം, യേശുനാഥനാമെന്നേക ദൈവം. തിരയേറുമൻ ശോധനവേള താങ്ങും കരങ്ങളാൽ ദൈവം. വൻതിരയേറുമൻ ശോധനവേള താങ്ങും കരങ്ങളായി ദൈവം. നീറിവലഞ്ഞിടും ഊഷരഭൂമി നൽജലധാരയായി ദൈവം. കനലുകളിൽ വൻകഥനങ്ങളിൽ കുളിർമഴയായി പെയ്യും ദൈവം, യേശുനാഥനാമെന്നേക ദൈവം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, പ്രാണനെ കാക്കുന്ന ദൈവം, പാരിതിലേഴയാം പാതകനടിയന്റെ കണ്ണീർ തുടയ്ക്കുന്ന ദൈവം, യേശുനാഥനാമെന്നേക ദൈവം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, പ്രാണനെ കാക്കുന്ന ദൈവം, പാരിതിലേഴയാം പാതകനടിയന്റെ കണ്ണീർ തുടയ്ക്കുന്ന ദൈവം, യേശുനാഥനാമെന്നേക ദൈവം, യേശുനാഥനാമെന്നേക ദൈവം, യേശുനാഥനാം എന്നേക ദൈവം.
താങ്ക് യു സജീവ്. മനോഹരമായ ഗാനത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മനോഹര ഗാനം ആലപിച്ച പ്രിയ സജീവ് മാത്യുവിനോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം തുടർന്നും ധാരാളമായി ഗാനങ്ങൾ ആലപിക്കുവാൻ പ്രിയ സഹോദരനെ ഉപയോഗിക്കട്ടെ. തുടർന്ന് നമുക്ക് മനോഹരമായ ഒരു അടുത്ത ഗാനത്തിലേക്ക് പ്രവേശിക്കാം. പഴയൊരു ഗാനമാണ്, വളരെ പ്രസിദ്ധമായ ഒരു ഗാനമാണ്. നമുക്കറിയാം, ലോകത്തിൽ അനേകര് ജനിച്ചിട്ടുണ്ട്. എന്നാൽ അവരുടെ ജന്മമൊക്കെ ആ കാലഘട്ടത്തിൽ ഒരു കുടുംബത്തിനോ ഒരു സമൂഹത്തിനോ ഒരു ദേശത്തിനോ ഒരു രാജ്യത്തിനോ ഒക്കെ സന്തോഷം നൽകുന്ന, എന്നാൽ ലോകത്തിലെ എല്ലാവരുടെയും സന്തോഷം നൽകുന്ന ഒരു ജന്മം, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം നൽകുന്ന ഒരു ജന്മം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജന്മമാണ്. കാരണം യേശു ജനിച്ചത് സ്നേഹിപ്പാനായിട്ടാണ്. യേശു ജനിച്ചത് ക്ഷമിപ്പാനായിട്ടാണ്. യേശു ജനിച്ചത് പാപത്തിൽ നിന്ന് മനുഷ്യന് സൗഖ്യം നൽകുവാൻ, ഹൃദയങ്ങളുടെ മുറിവുകളെ കെട്ടുവാൻ യേശു ജനിച്ചു. മാത്രമല്ല, കർത്താവ് ജീവിച്ചു. അവിടുത്തെ ജീവിതം പോലെ അത്ഭുതകരമായ ഒരു ജീവിതമില്ല. അവിടുത്തെ ജീവിതം പോലെ ആളുകളെ സ്വാധീനിക്കുന്ന ഒരു ജീവിതമില്ല. അവിടുത്തെ ജീവിതം പോലെ ഇത്ര ശ്രേഷ്ഠമായ ഒരു ജീവിതമില്ല. മാത്രമല്ല, അവിടുന്ന് മരിച്ചു. ആ മരണം പോലെ ഇത്ര ശ്രേഷ്ഠമായ ഒരു മരണമില്ല. ലോകത്തിന്റെ 5 വൻകരകളിലും ആഘോഷിക്കപ്പെടുന്ന, ആരാധിക്കപ്പെടുന്ന, അനുദിനം ആളുകളുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തുന്ന മരണം. മാത്രമല്ല, അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. എന്തിനാണ്? അവിടുന്ന് നമ്മെ കരുതുവാൻ. ഇന്നും ജീവിക്കുന്നവൻ എന്നെ കരുതുക. താൻ വാഴുകയാൽ ഈ കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നതുകൊണ്ട് ഇനി ആകുലത്തിന് ആവശ്യമില്ല. ഭാവിയെല്ലാം ആ കർത്താവിന്റെ കൈകളിലാണ്. അത് നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതം, ഈ ലോക ജീവിതം ധന്യമാണ്. ആ മനോഹരമായ ഗാനം, അതെ, നമുക്കത് ഓർക്കാം. നമ്മുടെ ജീവിതത്തിൽ മറ്റൊന്നിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാതെ ഈ നമുക്ക് വേണ്ടി ജീവിക്കുന്ന, നമുക്ക് വേണ്ടി കരുതുന്ന, നമ്മളെ സഹായിക്കുന്ന കർത്താവിനെ നോക്കി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാം. ദൈവത്തിൻ പുത്രനാം യേശു പൂജാതനായി സ്നേഹിപ്പാൻ, ക്ഷമിപ്പാൻ, സൗഖ്യം നൽകിയിടുവാൻ. ഈ മനോഹര ഗാനവുമായി പ്രിയ സഹോദരി ലിൻഡ തോമസ് മെൽബണിൽ നിന്ന് നമ്മോട് ജോയിൻ ചെയ്തിരിക്കുന്നു. പ്രിയ സഹോദരിയെ ഈ ഗാനം ആലപിക്കുവാനായി ക്ഷണിക്കുന്നു.
അനാഥനല്ല ഞാൻ, അശരണനല്ല ഞാൻ, അവകാശിയാണു ഞാൻ, പരദേശിയാണു ഞാൻ. അത്യുന്നതൻ തൻ തിരുമാർവിൽ നിത്യവും ചാരിടും ഞാൻ എന്നും ബോധമായി. അനാഥനല്ല ഞാൻ, അശരണനല്ല ഞാൻ, അവകാശിയാണു ഞാൻ, പരദേശിയാണു ഞാൻ. അത്യുന്നതൻ തൻ തിരുമാർവിൽ നിത്യവും ചാരിടും ഞാൻ എന്നും ബോധമായി. താൻ വാഴുകയാൽ ആകുലമില്ല നാളെയെന്ന്, ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ലോക ജീവിതം. താൻ വാഴുകയാൽ ആകുലമില്ല നാളെയെന്ന്, ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ലോക ജീവിതം. ആദിവേണ്ട ആശ്രയമേകാൻ തൻ കരങ്ങൾ പിൻപിലുണ്ട്, തൻ വഴികൾ സമ്പൂർണ്ണമല്ലോ, ദോഷമായൊന്നും താൻ ചെയ്യുകയില്ലല്ലോ. ആദിവേണ്ട ആശ്രയമേകാൻ തൻ കരങ്ങൾ പിൻപിലുണ്ട്, തൻ വഴികൾ സമ്പൂർണ്ണമല്ലോ, ദോഷമായൊന്നും താൻ ചെയ്യുകയില്ലല്ലോ. താൻ വാഴുകയാൽ ആകുലമില്ല നാളെയെന്ന്, ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ലോക ജീവിതം. താൻ വാഴുകയാൽ ആകുലമില്ല നാളെയെന്ന്, ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ലോക ജീവിതം. മനോഹരമായ ഈ ഗാനത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ലിൻഡിയോടുള്ള നന്ദി അറിയിക്കുകയാണ്. തുടർന്ന് ഇതുപോലെയുള്ള അനേക ഗാനങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പ്രിയ സഹോദരിയെ ദൈവം ബലപ്പെടുത്തട്ടെ. കഴിഞ്ഞ 2000 വർഷങ്ങളായി കാന്തയുടെ വലിയ ആഗ്രഹവും താല്പര്യവുമാണ്, കാന്ത അങ്ങ് എപ്പോഴാണ് വരുന്നത്, അങ്ങ് വരാൻ എന്താണ് താമസം, നിൻ വരവിനായി കാത്തിരുന്ന് എന്റെ മനം വെന്തുരുകുന്നു, കണ്ണും മങ്ങുന്നേ മനുവേല. കഴിഞ്ഞ ദീർഘവർഷങ്ങളായിട്ട്, ഒരു നൂറ്റാണ്ടായിട്ട് ഭക്തജനങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്ന മനോഹരമായ ഗാനമാണ്. വേഗത്തിൽ നീ വരുമെന്ന് പറഞ്ഞിട്ട് എത്ര വർഷമായിരിക്കുന്നു, മേഘങ്ങളിൽ വരുമെന്ന് പറഞ്ഞതോർത്ത് ദാഹത്തോടെ ഇരിക്കുന്നു. ഏകവല്ലഭനാകുന്ന കർത്താവേ, നിന്റെ നല്ല ആഗമനം നോക്കി ഞാനിതാ ആശയോടെ ഇരിക്കാൻ. കാന്ത താമസം എന്താണ് വരാനായിട്ട്? പ്രിയപ്പെട്ടവരെ, വീണ്ടും ജന്മം പ്രാപിച്ച ഒരു ദൈവവേദന്റെ ഹൃദയത്തിന്റെ ആഗ്രഹമാണ് ഈ മനോഹര ഗാനത്തിലൂടെ നമ്മൾ കാണുന്നത്. യുസ്തൂസ് ജോസഫ് എന്ന് പറയുന്ന വിദ്വാൻ കുട്ടി അച്ഛൻ എഴുതിയ മനോഹരമായ ഗാനം നാം അനവധി പ്രാവശ്യം കേട്ടിട്ടുള്ള ആ മനോഹരമായ ഗാനം
അതെ, നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹമാണ്, നമ്മുടെ താല്പര്യമാണ് കർത്താവെ അങ്ങ് വേഗം വന്ന് ഞങ്ങളെ ചേർക്കണം, അങ്ങയോടൊപ്പം ഞങ്ങളുടെ ദുഃഖം നീ കാണണം, വിലാപം കേൾക്കണം, ഞങ്ങളെ ഒന്ന് ചേർക്കണം എന്നുള്ളതായ വലിയ ആഗ്രഹവും താല്പര്യം വീണ്ടും ജന്മം പ്രാപിച്ച ഒരു ദൈവവൈദ്യന്റെ പ്രാർത്ഥനയും ആഗ്രഹവുമാണ്. ആ മനോഹരമായ ഗാനം ഒരു പ്രാവശ്യം കൂടെ നമുക്ക് കേൾക്കുവാനായിട്ട് പോവുകയാണ്. ഈ ഗാനം ആലപിക്കുന്നത് സഹോദരി റൂബിൽ ജോബി ചെന്നൈയിൽ നിന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. പ്രിയ സഹോദരി പുതുപ്പള്ളി സ്വദേശിയാണ്. പ്രിയപ്പെട്ട സഹോദരി മനോഹരമായ ഗാനം ആലപിക്കും. പ്രിയ സഹോദരിയെ ഈ ഗാനം ആലപിക്കുന്നതിനായി ക്ഷണിക്കുകയാണ്.
in the home. താങ്ക് യു റുബിൽ, മനോഹരമായിട്ട് പാടി. ദൈവം സഹായിക്കട്ടെ. ഇനിയും അനേകം ഗാനങ്ങൾ പാടുവാൻ ദൈവം ബലപ്പെടുത്തട്ടെ. കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള നമ്മുടെ ഹൃദയത്തെ ഉയർത്തുവാൻ ഈ ഗാനത്തിന് സാധിച്ചു. ആ മനോഹരമായ നിലയിൽ, ആസ്വാദ്യകരമായ നിലയിൽ അതിന്റെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് മനോഹരമായിട്ട് പാടിയ പ്രിയ റൂബിളിനെ ദൈവം ധാരാളമായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. തുടർന്ന് നമ്മൾ ഒരു ഇംഗ്ലീഷ് ഗാനം കേൾക്കുവാനായിട്ട് പോവുകയാണ്. ദിസ് വേൾഡ് ഈസ് നോട്ട് മൈ ഹോം. ഈ ലോകം എന്റെ ഭവനമല്ല. നമ്മൾ കേട്ടിട്ടുള്ള മനോഹരമായ ഒരു ഗാനമാണ്. ഇതിലൂടെ ഞാൻ കടന്നു പോവുക മാത്രമാണ് ചെയ്യുന്നത്. നമുക്കറിയാം, രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലിന്റെ ഭവനം ഇതല്ല. അതാണ് നമുക്കുണ്ടായിരിക്കേണ്ട കാഴ്ചപ്പാട്. ഇത് താൽക്കാലിക ഭവനമാണ്, ഭൗമ ഭവനമാണ്, ഇത് കൂടാരമാണ്. ഇവിടെ നമുക്ക് നിലനിൽക്കുന്നതായ ഒരു ഭവനമില്ല. എന്റെ നിക്ഷേപമെല്ലാം ഈ ലോകത്തിന്റെ അപ്പുറത്ത്, നീലാകാശത്തിന് അപ്പുറത്തുള്ളതായ സ്ഥലത്താണ് എന്ന് പാട്ടുകാരൻ പാടുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയും ചിന്ത അതായിരിക്കണം. ഇവിടെ നാം നിക്ഷേപിക്കുന്നതൊക്കെ താൽക്കാലികമാണ്. യഥാർത്ഥമായ നിത്യമായ നിക്ഷേപം അങ്ങേ കരയിലാണ്. അവിടെ ചെല്ലുമ്പോഴാണ്, ആ കരയിൽ ചെല്ലുമ്പോൾ നാം നേടിയത് എന്തെന്ന് അറിയുന്ന ഒരു ദിവസം വരാൻ പോവുക. അതുകൊണ്ട് നമ്മുടെ ജീവിതകാലത്ത് ആ നാടിനു വേണ്ടി, സ്വന്തം ഭവനത്തിന് വേണ്ടി കരുതുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്വർഗീയ ദൂതന്മാർ എന്നെ വിളിക്കുകയാണ്, പാട്ടുകാരൻ പാടുന്നു. സ്വർഗത്തിലെ തുറക്കപ്പെട്ട വാതിൽ നിന്നുകൊണ്ട് അവരെന്നെ വിളിക്കുന്നു എന്ന് പാട്ടുകാരൻ പാടുന്നു. ഈ ലോകത്തിൽ ഇനി ഒരിക്കലും എന്റെ ഭവനമായിട്ട് അനുഭവപ്പെടുന്നില്ല. എനിക്ക് അങ്ങയെപ്പോലെ ഒരു സ്നേഹിതനുണ്ട് കർത്താവേ. അതാണ് എന്റെ ആശയം, എന്റെ ആഗ്രഹം, അതാണ് എന്റെ സന്തോഷം. അങ്ങയെപ്പോലെ ഒരു സ്നേഹിതൻ ഇല്ലായിരുന്നെങ്കിൽ, അങ്ങ് എനിക്ക് ആശ്രയമായിട്ടില്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം എത്ര ദുഃഖകരമായി തീർന്നേനെ എന്ന് പാട്ടുകാരൻ പാടുകയാണ്. വളരെ ശരിയാണ്. നമ്മുടെ ജീവിതത്തില് നമുക്ക് ഏറ്റവും അടുത്ത സ്നേഹിതൻ, ഏറ്റവും നല്ല സ്നേഹിതൻ, മാറാത്ത സ്നേഹിതൻ, നിത്യ സ്നേഹിതൻ നമ്മുടെ കർത്താവാണ്. ആ കർത്താവ് നമ്മുടെ സ്നേഹിതനായിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഈ മനോഹരമായ ഗാനം ശ്രവിക്കാം. ആ ഗാനം ആലപിക്കുന്നത് പ്രിയ സഹോദരൻ ലിജോ ജോർജ് ഫ്രം കാനഡ. പ്രിയ സഹോദരൻ കോട്ടയം സ്വദേശിയാണ്, കാനഡയിലായിരിക്കുന്നു. പ്രിയപ്പെട്ടവനെ നമുക്കറിയാം, കഴിഞ്ഞ നാളൊക്കെ ഈ പ്ലാറ്റ്ഫോമിൽ പല ഗാനങ്ങൾ പാടുവാൻ ഉപയോഗിച്ച വ്യക്തിയാണ്. അനേക ഗാനങ്ങൾ ഇവിടെ വെച്ചും അവിടെയും ഒക്കെ നിന്നുകൊണ്ട് പാടിക്കൊണ്ടിരിക്കുന്നു. തുടർന്നും പാടുവാൻ തന്നെ ബലപ്പെടുത്തട്ടെ. ഈ ഗാനം മനോഹരമായി പാടുവാൻ പ്രിയ ലിജോയെ ദൈവം ബലപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവനെ, വളരെ സന്തോഷത്തോടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഈ ഗാനം ആലപിക്കുന്നതിനായി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. This world is not my home, I'm just a passer through. My treasures are laid up somewhere beyond the blue. Angels beckon me from heaven's open door, and I can't feel at home in this world anymore. Oh Lord, you know I have no friend like you. If heaven's not my home, then Lord, what will I do? Angels beckon me from heaven's open door, and I can't feel at home in this world anymore. I have a loving mother just over in glory land, and I don't expect to stop until I shake her hands. She's waiting now for me in heaven's open door, and I can't feel at home in this world anymore. Oh Lord, you know I have no friend like you. If heaven's not my home, then Lord, what will I do? Angels beckon me from heaven's open door, and I can't feel at home in this world anymore.
Just over in glory land we'll live eternally, with saints on every hand shouting victory. Their songs of sweetest praise ripped back from heaven's door, and I can't feel at home in this world anymore. Oh Lord, you know I have no friend like you. If heaven's not my home, then Lord, what will I do? Angels beckon me from heaven's open door, and I can't feel at home in this world anymore. Just over in glory land we'll live eternally, with saints on every hand shouting victory. Their songs of sweetest praise ripped back from heaven's door, and I can't feel at home in this world anymore. Oh Lord, you know I have no friend like you. If heaven's not my home, then Lord, what will I do? Angels beckon me from heaven's open door, and I can't feel at home in this world anymore. താങ്ക് യു ലിജോ, മനോഹരമായിട്ട് പാടി. ഒരിക്കൽ കൂടി ആ ഗാനത്തിന്റെ ആ ആസ്വാദ്യതയും അതുപോലെ അത് നൽകുന്ന ആത്മീയ അനുഭവം നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. നമ്മുടെ ഭവനം ഇവിടെയല്ല, നമുക്ക് വേണ്ടി കർത്താവ് ഒരു ഭവനം ഒരുക്കുന്നുണ്ട് എന്നുള്ളതും ആ സ്വർഗീയമായ കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കാൻ ദൈവം ഇടയാക്കി. പ്രിയ സഹോദരനെ ദൈവം കുടുംബമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്നും അനേക ഗാനങ്ങളിലൂടെ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ശോഭിപ്പാൻ പ്രിയപ്പെട്ടവനെ ദൈവം ബലപ്പെടുത്തട്ടെ. ഈ ക്ലേശങ്ങളും സമ്പൂർണ്ണ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം നിറഞ്ഞ ഭൂമിയിൽ ഒരു ദൈവവൈദ്യനോട് ചോദിക്കുക, എന്താ പ്രിയ സഹോദര സഹോദരി നിങ്ങൾക്ക് ആശ്വസിക്കാൻ കഴിയുന്നത്, എന്താണ് നിങ്ങൾക്ക് പ്രത്യാശിക്കാൻ കഴിയാവുന്നത് എന്ന് ചോദിച്ചാൽ അവർ പറയുന്ന ഒരു കാര്യമാണ്, എന്റെ യേശു വാനിൽ വന്നിടും വേഗം, എന്റെ കർത്താവ് വേഗത്തിൽ വരും, എന്റെ ക്ലേശമെല്ലാം തീർന്നിടും, വീട്ടിൽ ഞാൻ ചേരും, എന്റെ ഓട്ടം തീരാറായിരിക്കുകയാണ്. അതാണ് ഒരു ദൈവവൈദ്യന്റെ പ്രത്യാശ. ഈ ലോകത്തിലുള്ള മനുഷ്യർക്ക് ആ പ്രത്യാശ ഇല്ല. അവരുടെ ജീവിതം ഈ ലോകം കൊണ്ട് തീരുകയാണ്. ഇവിടെ അവർ നേടുന്നതും ഇവിടെ ആസ്വദിക്കുന്നതും ഇവിടെ അനുഭവിക്കുന്നതുമായ കാര്യങ്ങളാണ് അവരുടെ ജീവിതത്തിന്റെ പ്രത്യാശയും പ്രതീക്ഷയും. എന്നാൽ ഒരു ദൈവവൈദ്യന് അങ്ങനെയല്ല. കാരണം എന്താണ്? നേരോടെ ന്യായം വിധിക്കുന്ന ഒരു ദിവസം വരും. അന്ന് ആ തേജസ്സിന്റെ കിരീടം കർത്താവ് നമ്മെ അണിയിക്കും. അതാണ് നമുക്കുള്ളതായ പ്രത്യാശ. മാത്രമല്ല, ഇവിടെ നല്ല പോരാട്ടം പോരാടുവാൻ ഓട്ടം തികച്ച വിശ്വാസം കാത്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നീതിയുടെ കിരീടം കർത്താവ് നമ്മെ അണിയിക്കും. ആ കർത്താവിന്റെ അടിസ്ഥാനത്തിന്മേൽ നമുക്ക് പൊന്നെ വെള്ളി മുതലായ വിലയേറിയ കല്ലുകൾ കൊണ്ട് പണിയാം. നമ്മുടെ പണി തീയിൽ കൂടി വെന്തു പോകാതെ ആ ദൈവത്തിന്റെ സന്നിധിയിൽ ശോഭിച്ചു നിൽക്കുവാൻ തക്കണം. നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടി മനോഹരമായ നിലയിൽ കർത്താവിന്റെ മഹത്വത്തിനായിട്ട് നമുക്ക് ജീവിക്കാം. നമുക്ക് ആ പൊൻവെള്ളി കല്ലുകളിൽ നിന്നുള്ള വിശുദ്ധന്മാരുടെ വിലയേറിയ പ്രവൃത്തികൾ, വിശുദ്ധന്മാരുടെ വിലയേറിയ വിശുദ്ധ ജീവിതം, ഇതൊക്കെ നമുക്ക് ഒരു മുന്നൊരു മാതൃകയായിട്ട് നിൽക്കുകയാണ്. ആ ഓട്ടം നമുക്ക് ഓടാം. നമ്മുടെ കർത്താവ് വരാതായി, വീട്ടിൽ നമ്മെ ചേർക്കാറായി, ഏറ്റവും അടുത്തിരിക്കുക. ആ പ്രത്യാശയോടും ആ പ്രതീക്ഷയോടും കൂടെ നമുക്ക് ഈ ഗാനം ശ്രവിക്കാം. ഈ ഗാനം ആലപിക്കുന്നത് കർത്താവിന്റെ വിടിയർദാസൻ ഫിലിപ്പ് കെ ആൻഡ്രൂസ് ആണ്. അദ്ദേഹം കോട്ടയം സ്വദേശിയാണ്, പുതുപ്പള്ളി സ്വദേശി. അദ്ദേഹം ഇപ്പോൾ ഡാളസിൽ താമസിച്ചുകൊണ്ട് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. പ്രിയ കൃത്യദാസൻ നമുക്കറിയാം, അനേക ഗാനങ്ങളിലൂടെ ഇവിടെ ആയിരുന്നപ്പോഴും അവിടെ ആയിരിക്കുമ്പോഴും ഒക്കെ പാട്ടുകളിലൂടെയും എഴുത്തുകളിലൂടെയും വിവിധ തരത്തിലുള്ള ശുശ്രൂഷകളിലൂടെ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു യുവ സ്നേഹിതനാണ്, എൻ്റെ ഒരു സുഹൃത്താണ്. പ്രിയ സഹോദരനെ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ജിബു എന്ന് വിളിക്കുന്ന ഫിലിപ്പ് കെ ആൻഡ്രൂസിനെ വളരെ സ്നേഹത്തോടെ ഗാനം ആലപിക്കുവാനായിട്ട് ക്ഷണിക്കുകയാണ്. യേശുവാനിൽ വന്നിടും വേഗം, എന്റെ ക്ലേശമെല്ലാം
ക്ലേശമെല്ലാം തീർന്നിടും മോദം. എന്റെ യേശുവാനിൽ വന്നിടും വേഗം. എന്റെ ക്ലേശമെല്ലാം തീർന്നിടും മോദം. വീട്ടിൽ ചേരാറാ എന്റെ ഓട്ടം തീരാറാ. വീട്ടിൽ ചേരാറാ എന്റെ ഓട്ടം തീരാറാ. എന്റെ യേശുവാനിൽ വന്നിടും വേഗം. എന്റെ ക്ലേശമെല്ലാം തീർന്നിടും മോദം. ന്യായം വിധിക്കുമെന്നേശുവിൻ സന്നിധി നിന്നിടും ഞാൻ. നേരോടെ ന്യായം വിധിക്കുമെന്നേശുവിൻ സന്നിധി നിന്നിടും ഞാൻ. തേജസ്സിൻ കിരീടം നാഥനെ അണിയിച്ചിടും. തേജസ്സിൻ കിരീടം നാഥനെ അണിയിച്ചിടും. എന്റെ യേശുവാനിൽ വന്നിടും വേഗം. എന്റെ ക്ലേശമെല്ലാം തീർന്നിടും മോദം. എന്റെ യേശുവാനിൽ വന്നിടും വേഗം. എന്റെ ക്ലേശമെല്ലാം തീർന്നിടും മോദം. പൊരുതിയ നോട്ടം തികച്ചിടും വിശ്വാസം കാത്തിടും ഞാൻ. നല്ല പൊരുതിയ നോട്ടം തികച്ചിടും വിശ്വാസം കാത്തിടും ഞാൻ. നീതിയും കിരീടം നാഥനെ അണിയിച്ചിടും. നീതിയും കിരീടം നാഥനെ അണിയിച്ചിടും. എന്റെ യേശുവാനിൽ വന്നിടും വേഗം. എന്റെ ക്ലേശമെല്ലാം തീർന്നിടും മോദം. എന്റെ യേശുവാനിൽ വന്നിടും വേഗം. എന്റെ ക്ലേശമെല്ലാം തീർന്നിടും മോദം. അടിസ്ഥാനത്തിന്നീതെ പണിയും ഞാൻ പൊൻവെള്ളി കല്ലുകളാ. ക്രിസ്തുവടിസ്ഥാനത്തിന്നീതെ പണിയും ഞാൻ പൊൻവെള്ളി കല്ലുകളാ. വെന്തു പോകില്ല അതിൽ വെണ്മയേറിയിടും. വെന്തു പോകില്ല അതിൽ വെണ്മയേറിയിടും. എന്റെ യേശുവാനിൽ വന്നിടും വേഗം. എന്റെ ക്ലേശമെല്ലാം തീർന്നിടും മോദം. എന്റെ യേശുവാനിൽ വന്നിടും വേഗം. എന്റെ ക്ലേശമെല്ലാം തീർന്നിടും മോദം. വീട്ടിൽ ചേരാറാ എന്റെ ഓട്ടം തീരാറാ. വീട്ടിൽ ചേരാറാ എന്റെ ഓട്ടം തീരാറാ. എന്റെ യേശുവാനിൽ വന്നിടും വേഗം. എന്റെ ക്ലേശമെല്ലാം തീർന്നിടും മോദം. എന്റെ യേശുവാനിൽ വന്നിടും വേഗം. എന്റെ ക്ലേശമെല്ലാം തീർന്നിടും മോദം. താങ്ക് യു ജിബു. മനോഹരമായിട്ട് പാടി നമ്മുടെ ഹൃദയത്തെ കർത്താവിന്റെ വരവിലുള്ള പ്രത്യാശയോടും അവിടുത്തെ വരവിനായിട്ട് നമ്മളെ ഒരുക്കുവാനുള്ളതായ ആഹ്വാനവും നൽകുന്ന ആ മനോഹരമായ ഗാനം പ്രിയ സഹോദരനിലൂടെ കേൾക്കേണ്ടതായല്ലോ. തുടർന്നും കർത്താവിന്റെ ദാസനെ കുടുംബമായി ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും കർത്താവിന്റെ പേരിൽ വിവിധ വഴികളിൽ പ്രയോജനപ്പെടുത്തുകയും ചെയ്യട്ടെ. നമുക്ക് തുടർന്നും പ്രിയപ്പെട്ടവന്റെ ശുശ്രൂഷകളെ പ്രാർത്ഥനയിൽ ഓർക്കാം.
ഇത്രയും നേരം നാം മലയാളം പാട്ട് കേട്ടു. അതിനുശേഷം നമ്മൾ ഇംഗ്ലീഷ് പാട്ട് കേൾക്കുവാൻ ഇടയായി. ഇത് നമുക്കറിയാം ഏറ്റവും മനോഹരമായ ഒരു ഭാഷയാണ് തമിഴ് ഭാഷ. നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിൽ സംസാരിക്കുന്നത് മാത്രമല്ല, ലോകത്തിലെ പുരാതന ഭാഷകളിലൊന്നാണ് തമിഴ്. തമിഴ് ഒരു പാട്ട് കേൾക്കുവാനായിട്ട് നമ്മൾ പോവുകയാണ്. അതിന്റെ അർത്ഥം ഇതാണ്: പരിപൂർണ സൗന്ദര്യത്തിന്റെ ഉറവിടമായ ദൈവം, സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ ദൈവം. ആ ദൈവത്തിന്റെ പരിപൂർണത വിവരിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നതല്ല. ദൈവത്തിന്റെ മഹത്വവും പരിപൂർണതയൊന്നും വർണ്ണിക്കുവാനായിട്ട് നമ്മുടെ വാക്കുകൾ അശക്തമാണ്. അത്ര മഹത്വവാനും അത്ര പരിപൂർണനും അത്ര സൗന്ദര്യമുള്ളവനുമാണ്. സൗന്ദര്യയുടെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നെന്ന് നാം വായിക്കുന്നുണ്ട്. അത്ര മഹത്വവാനായ അടുത്തുകൂടാത്ത തേജസ്സിൽ വസിക്കുന്ന ആ ദൈവത്തിന്റെ മഹത്വം എത്ര വലുതാണ്. അതിനെ വർണ്ണിക്കാൻ കഴിയത്തില്ല എന്ന് പാട്ടുകാരൻ വാക്കുകളിലൂടെ വർണ്ണിക്കുവാൻ കഴിയുന്നതല്ല ആ മഹത്വം, ആ തേജസ്. മാത്രമല്ല, ആ ദൈവത്തിന്റെ സ്നേഹത്തിന് അതിരുകളില്ല. ആ സ്നേഹം എത്രയോ അദ്വിതീയമായ സ്നേഹമാണ്, അതിരുകളില്ലാത്ത സ്നേഹം. ആ സ്നേഹമാണ് ദൈവം നമുക്ക്. ആ സ്നേഹത്തെ സ്തുതിച്ച് വർണ്ണിച്ചു തീർപ്പാനായിട്ട് നമുക്ക് നാവ് പോരാ. എല്ലാവരിലും അതിസുന്ദരനാണ് ദൈവം. ആ സ്നേഹത്തിന് മുമ്പാകെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ തന്നെ ആ സ്നേഹത്തിന് മുമ്പാകെ സമർപ്പിക്കുക. ആ സ്നേഹത്തിന് മുമ്പാകെ നമ്മുടെ ജീവിതങ്ങളെ, കർത്താവെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, അളവിടാതെ അതിരുകളില്ലാതെ എന്നെ സ്നേഹിച്ച, എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന, നിത്യതയോളം എന്നെ സ്നേഹിക്കുന്ന സൗന്ദര്യപൂർണനായ മഹത്വവാനായ ദൈവമേ, ഒരു യോഗ്യതയുമില്ലാത്ത, ഒരർഹതയുമില്ലാത്ത, ഒരു സൗന്ദര്യവുമില്ലാത്ത പാപിയും ദോഷിയുമായി എന്നെ സ്നേഹിച്ചല്ലോ. എന്നെ വീണ്ടെടുക്കുവാൻ അവിടത്തേക്ക് മനസ്സായല്ലോ. എന്നെ അവിടുത്തെ രാജ്യത്തിന്റെ അവകാശിയാക്കി തീർത്തല്ലോ. ആ തേജസ്സിലേക്ക്, ആ മഹത്വത്തിലേക്ക് എന്നെയും കൊണ്ടുവന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്കൊന്നേ ചെയ്യാൻ കഴിയത്തുള്ളൂ: നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമായിട്ട് ആ സ്നേഹത്തിന് മുമ്പാകെ സമർപ്പിക്കുക. കർത്താവെ, അങ്ങയെ ഞാൻ സ്നേഹിക്കും, അങ്ങയെ ഞാൻ സേവിക്കും, അങ്ങയെ ഞാൻ ആരാധിക്കും, അങ്ങയ്ക്ക് വേണ്ടി ഞാൻ ജീവിക്കും എന്നുള്ളതായ വലിയ സമർപ്പണമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ആ അർത്ഥം വരുന്ന ഒരു തമിഴ് ഗാനം പ്രിയ സഹോദരൻ ഷാലിൻ വർഗീസ് ന്യൂയോർക്കിൽ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ആലപിക്കുന്നതാണ്. കഴിഞ്ഞ നാളുകളിലും അദ്ദേഹം ഈ പ്ലാറ്റ്ഫോമിൽ അനേക ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. പ്രിയ സഹോദരനെ ഈ ഗാനം ആലപിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. பூரண அழகை வர்ணிக்க வார்த்தை இல்லை, ஆராய்ந்து முடியா அளவில்லா அன்பை புகழ்ந்தாலும் போதவில்லை. விவரிக்க முடியா பூரண அழகை வர்ணிக்க வார்த்தை இல்லை, ஆராய்ந்து முடியா அளவில்லா அன்பை புகழ்ந்தாலும் போதவில்லை. அழகில் மிகவும் சிறந்தவரே, பழுதே இல்லா பூரணரே, உன் அன்புக்குள் துளைந்து போனா உங்க நிறப்பார் உயிர் வாழலே. பூரண அழகே, அழகான அவமானங்கள் மாற்றி நீ தீராதே தயவினால் தழுவிக்கொண்டு என் வாழ்க்கையின் ஆதாரமாய்
உருவம் நான் பார்த்து என் சாயலம் அழகானதே. என்னை உமதாக மாற்றினீரே, அழகில் மிகவும் சிறந்தவரே, பழுதே இல்லா பூரணரே. உங்க அன்புக்குள் துளைந்து போனா, உங்க நிழல் பால் உயிர் வாழுதே. பூரண அழகே. அன்பே என் இயேசுவே, அழகே என் இயேசுவே, உம் அழகில் நான் மூங்கி போகிறேன் போகிறேன். அன்பே என் இயேசுவே, அழகே என் இயேசுவே, உன் அழகில் நான் மூங்கி போகிறேன் போகிறேன். அன்பே என் இயேசுவே, அழகே என் இயேசுவே, உன் அழகில் நான் மூங்கி போகிறேன் போகிறேன். அன்பே என் இயேசுவே, அழகே என் இயேசுவே, உன் அழகில் நான் மூங்கி போகிறேன் போகிறேன். அழகில் மிகவும் சிறந்தவரே, பழுதே இல்லா பூரணரே. உங்க அன்புக்குள் துளைந்து போனா, உங்க நிழல் பால் உயிர் வாழுதே. அழகில் மிகவும் சிறந்தவரே, பழுதே இல்லா பூரணரே. உங்க அன்புக்குள் துளைந்து போனா, உங்க நிறப்பால் உயிர் வாழுதே. பூரண அழகே. താങ്ക് യു പ്രിയ ഷാലിൻ ആൻഡ് ഷാർലി, രണ്ടുപേരും ചേർന്ന് പാടി മനോഹരമായിട്ട് പാടി. കഴിഞ്ഞ ആളുകളിൽ അവരെ പാടുവാൻ ഉപയോഗിച്ച് കുടുംബമായിട്ട് തുടർന്നും ഈ ഗാന ശുശ്രൂഷയിൽ മുന്നേറുവാനും അനേക ഗാനങ്ങളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവജനത്തിന് ഏറ്റവും ആത്മീയമായി പ്രയോജനപ്പെടുത്തുവാനും ദൈവം അവർ ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധമായ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഇനി നമ്മളൊരു മലയാള ഗാനം കേൾക്കുവാനായിട്ട് പോകുകയാണ്. ഇതുവരെയും നമ്മൾ ഇന്ത്യയിൽ നിന്നുള്ളവരുടെ ഗാനം കേട്ടു, അതുപോലെ അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ ഉള്ളവരുടെ ഗാനങ്ങളാണ് ശ്രവിച്ചുകൊണ്ടിരുന്നത്. ഇനി ഗൾഫിന്റെ പ്രദേശത്തായിരിക്കുന്ന പ്രശസ്ത ഗായകൻ രാജു ജോർജ് നമുക്കുമായിട്ടൊരു ഗാനം ആലപിക്കുവാനായിട്ട് എത്തിയിട്ടുണ്ട്. പ്രിയ സഹോദരൻ നമുക്ക് വേണ്ടി ഗാനം ആലപിക്കുന്നതാണ്. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും നിന്നെ, അവിടുത്തെ നാമം സ്തുത്യർഹമാണ്. സ്തുതിക്ക് യോഗ്യമായ നാമമാണ് ആ നാമം. ആഴിയെന്നോർത്തില്ല, ആഴമാരാഞ്ഞില്ല, ഇറങ്ങി ഞാൻ പ്രിയനെ നിൻ വിളി കേട്ട്. ദൈവത്തിന്റെ വിളി കേട്ട് ഇറങ്ങിത്തിരിക്കാൻ ഇടയാകുന്നു എന്ന പാട്ടുകാരൻ പാടിയിരിക്കുന്നു. വരുന്നു ഞാൻ വരുവാൻ, സമുദ്രത്തിന്റെ നടുവിൽ അലകൾക്ക് മീതെയും ഭയപ്പെട്ടില്ല. നിന്റെ വിളി കേട്ട് ഇറങ്ങി ഞാൻ വന്നിരിക്കുന്നു. നിന്നെ അനുഗ്രഹിപ്പാൻ, നിന്റെ പിന്നാലെ വരുവാൻ ഇടയാകുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സമർപ്പണമാണ് ഈ ഗാനത്തിലൂടെ നമുക്ക് ശ്രവിക്കാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മെ ഇത്രത്തോളം സ്നേഹിച്ച, നമ്മളെ ഇത്രത്തോളം കരുതുന്ന ആ ദൈവത്തോട് നമുക്ക് പറയാനുള്ള ഇതാണ്: എന്ത് സാഹചര്യമായാലും, ആഴിയായിരുന്നാലും, ആഴത്തിന്റെ ആഴമായിരുന്നാലും, കർത്താവെ നിന്നെ അനുഗമിപ്പാൻ, നിന്നെ പിൻചെല്ലുവാൻ ഞാനിതാ വരുന്നു, എന്നെ തന്നെ സമർപ്പിക്കുന്നു. സമുദ്രത്തിന് നടുവിൽ നിന്നെ അനുഗമിപ്പാൻ ഞാൻ ഇറങ്ങി വരുന്നു എന്ന് പറയാം. എന്നിലെ ശക്തന്മാർ, എന്നിലെ ഭക്തന്മാരൊക്കെ വീണുപോയൊരു പോർക്കളത്തിലാണ് ഞാൻ ആയിരിക്കുന്നത്. അസ്ഥികൂടങ്ങൾ കാണുന്നുണ്ട്, വീണവരുടെ അസ്ഥികൂടങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. എന്നാൽ ഞാൻ പിന്മാറത്തില്ല, ഞാൻ തളരുകയില്ല, മുൻപിലേക്ക് ഓടുന്നു എന്റെ വിരുദ്ധനായിട്ട്. പ്രിയപ്പെട്ടവരെ, അതായിരിക്കണം നമ്മുടെ സമർപ്പണം. നമ്മളെക്കാൾ ശക്തന്മാരും ഭക്തന്മാരുമായ ആളുകൾ വീണുപോയൊരു പോർക്കളത്തിലാണ് നമ്മൾ ആയിരിക്കുന്നെങ്കിലും നമുക്ക് കർത്താവിന്റെ കൃപയാൽ, അവിടുത്തെ ശക്തിയാൽ മുന്നോട്ട് പോകാൻ സാധിക്കും. ആ ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുകയാണ്. ആ മനോഹരമായ ഗാനം പഴയൊരു ഗാനമാണ്.
ആ ഗാനം നമുക്ക് ശ്രമിക്കാം. യാഹേ നിന്നെ വാഴ്ത്തും, നിന്റെ നാമം ഏറ്റവും സുദീർഘമാണ്. അമനോഹരമായ ഗാനവുമായി പ്രിയ സഹോദരൻ രാജു ജോർജ് ഫ്രം ദോഹ നമുക്ക് വേണ്ടി ആലപിക്കുന്നതാണ്. പ്രിയ സഹോദരനെ വളരെ ഹർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ, സ്തുത്യർഹമേ തവ നാമം, സ്തുത്യർഹമേ തവ നാമം. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ, സ്തുത്യർഹമേ തവ നാമം, സ്തുത്യർഹമേ തവ നാമം. ആഴിയെന്നോർത്തില്ല, ആഴമാരാഞ്ഞില്ല, അലകൾക്കും ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. ആഴിയെന്നോർത്തില്ല, ആഴമാരാഞ്ഞില്ല, അലകൾക്കും ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. ഇറങ്ങി ഞാൻ പ്രിയനേ സമുദ്രത്തിൻ നടുവിൽ, നിൻ വിളി കേട്ടു പിൻവരുവാ. ഇറങ്ങി ഞാൻ പ്രിയനേ സമുദ്രത്തിൻ നടുവിൽ, നിൻ വിളി കേട്ടു പിൻവരുവാ. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ, സ്തുത്യർഹമേ തവ നാമം, സ്തുത്യർഹമേ തവ നാമം. എന്നിലും ഭക്തർ, എന്നിലും ശക്തർ, വീണു തകർന്നീ പോർക്കളത്തിൽ. എന്നിലും ഭക്തർ, എന്നിലും ശക്തർ, വീണു തകർന്നീ പോർക്കളത്തിൽ. കാണുന്നു ഞാൻ അസ്ഥി കൂടങ്ങൾ ഭീകരം, വീരപൂമാങ്കളിൽ വീണവരീ. കാണുന്നു ഞാൻ അസ്ഥി കൂടങ്ങൾ ഭീകരം, വീരപൂമാങ്കളിൽ വീണവരീ. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ, സ്തുത്യർഹമേ തവ നാമം, സ്തുത്യർഹമേ തവ നാമം. പോർക്കളമുമ്പിൽ പിന്മാറുകയോ, പടി വാതിലിനി ഞാൻ തളരുകയോ. പോർക്കളമുമ്പിൽ പിന്മാറുകയോ, പടി വാതിലിനി ഞാൻ തളരുകയോ. ഒന്നു ഞാൻ ചെയ്യുന്നു, മുമ്പിലേക്കോടുന്നു,
വിരുതൊന്നു താനെൻ ലക്ഷ്യം. ഒന്നു ഞാൻ ചെയ്യുന്നു, മുമ്പിലേക്കോടുന്നു, വിരുതൊന്നു താനെൻ ലക്ഷ്യം. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ, സ്തുത്യർഹമേ തവ നാമം, സ്തുത്യർഹമേ തവ നാമം. താങ്ക് യു പ്രിയ ചാജു ജോർജ്. മനോഹരമായിട്ട് പാടി നമ്മുടെ കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ നമ്മളെ വെല്ലുവിളിക്കുന്ന, നമ്മെ ഒന്നുകൂടെ ബലപ്പെടുത്തുന്ന, നമ്മെ പ്രചോദനം നൽകുന്ന ഒരു ഗാനമാണ് പ്രിയ രാജു ബ്രദർ പാടിയത്. പ്രിയദാസിനെ ദൈവം തുടർന്ന് സഹായിക്കട്ടെ. അനേക ഗാനങ്ങൾ ആലപിക്കുവാൻ കുടുംബമായി പ്രിയപ്പെട്ടവരെ ബലപ്പെടുത്തട്ടെ. എല്ലാ നന്മകളും സ്വർഗത്തിൽ നിന്ന് തുടർന്നും ആ പ്രദേശത്ത്, ഗൾഫിന്റെ പ്രദേശത്ത് കർത്താവിന്റെ സാക്ഷിയായിട്ട് നിൽപ്പാൻ ബലപ്പെടുത്തട്ടെ. ഇനി നമ്മളൊരു ഗാനം കേൾക്കാൻ പോകുന്നത്, അതിന്റെ ആശയം ഇതാണ്: കർത്താവ് ആരാണ്? അവിടുന്ന് രാജാതി രാജാവാണ്, രാജാതി രാജൻ. ആ കർത്താവിന്റെ മുമ്പാകെ നമുക്ക് അവനെ നമിക്കുവാനല്ലാതെ, അവനെ ആരാധിക്കുവാനല്ലാതെ നമുക്കൊന്നും മറ്റൊന്നും കഴിയുന്നതല്ല. സുന്ദര ലോകത്തിന്റെ അധിപൻ അവിടുന്നാണ്. സകലത്തെ സൃഷ്ടിച്ചവൻ. തന്റെ വാക്കുകൾ കൊണ്ട് ഉള്ള സ്വർഗത്തിലുള്ളതും ഭൂമിയുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും വാഴ്ചകളും സിംഹാസനങ്ങളും കർത്തൃത്വങ്ങളെല്ലാം നിർമ്മിച്ച കർത്താവായ യേശുക്രിസ്തു അവിടുന്ന് എല്ലാത്തിന്റെ സൃഷ്ടാവായ മഹാദൈവമാണ്. ആനന്ദ പിതാവിന്റെ മടിയിലിരുന്നവൻ, വചനമായിട്ട് ആ ഉന്നത സ്വർഗത്തിൽ വാഴുന്നവൻ നമ്മെ തേടി ഭൂമിയിൽ വന്നു, നമുക്ക് വേണ്ടി തിരുനിളം ചീന്തി നമ്മെ വീണ്ടെടുത്തു. അതാണ് നമ്മുടെ ഏറ്റവും വലിയ അത്ഭുതകരമായ കാര്യം. ഈ പ്രപഞ്ചത്തെ എല്ലാം സൃഷ്ടിച്ച ദൈവം നമ്മെ തേടി ഭൂമിയിൽ വന്നു, നമുക്ക് വേണ്ടി ക്രൂശിൽ അവിടുത്തെ അവസാനത്തെ തുള്ളി നിലവും ചീന്തി നമ്മെ വീണ്ടെടുത്തു, നമ്മളെ ദൈവമക്കളാക്കി. അതാണ് കർത്താവ് ചെയ്ത ഏറ്റവും വലിയ കാര്യം. അത് ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയം നന്ദി കൊണ്ട് നിറയണം, ആരാധന കൊണ്ട് നിറയണം. ഇതുവരെയും ഈ കർത്താവിനെ ഹൃദയത്തിലേക്ക് രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാതെ ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ ഈ കാര്യം ഓർക്കുക. ഇതാണ് ജീവിതത്തിൽ നേടേണ്ട ഏറ്റവും വലിയ നേട്ടം. യേശു കർത്താവ് ദൈവമായിരുന്നവൻ, സുന്ദര ലോകത്തിലെ അധിപനായിരുന്നവൻ, ആ രാജാതിരാജനായിരുന്നവൻ നമ്മെ തേടി ഭൂമിയിലേക്ക് വരികയും നമുക്ക് വേണ്ടി ശിക്ഷ അനുഭവിക്കുകയും മരിക്കുകയും അടക്കപ്പെടുകയും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുകയും ചെയ്യുന്ന ആ കർത്താവിനെ ആരാധിക്കുക, അവന് വേണ്ടി ജീവൻ സമർപ്പിക്കുക, അവനെ സേവിക്കുക. അതാണ് ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യകരമായ ഗാനം. ഈ ആശയം വരുന്ന ഒരു മനോഹരമായ ഗാനവുമായി പ്രിയ യുവ ഗായകൻ എബിസൺ തന്നെ എറിക് തന്നെ എഴുതിയ ഗാനമാണ്. ചാത്തന്നൂരിലായിരിക്കുന്ന പ്രിയ സഹോദരൻ എറിക് എബിസൺ നമുക്ക് വേണ്ടി ആ ഗാനം ആലപിക്കുന്നു. പ്രിയ സഹോദരനെ ഗാനം ആലപിക്കുന്നതിനായി ക്ഷണിക്കുന്നു. യേശുനാഥ രാജാധിരാജനെ, നിൻ തിരുപാദത്തിൽ നമോ നമോ. യേശുനാഥ രാജാധിരാജനെ, നിൻ തിരുപാദത്തിൽ നമോ നമോ. സുന്ദര സുരലോകാധിപ മഹോന്നത, സുന്ദര സുരലോകാധിപ മഹോന്നത, അനന്ത പിതാവിൻ ആദിമൊഴിയാം മമ, അനന്ത പിതാവിൻ ആദിമൊഴിയാം മമ. യേശുനാഥ രാജാധിരാജനെ, നിൻ തിരുപാദത്തിൽ നമോ നമോ. ഉന്നത സ്വർഗസിംഹാസനമതിൽ
വാഴുന്ന വല്ലഭൻ നീ. ഉന്നത സ്വർഗസിംഹാസനമതിൽ വാഴുന്ന വല്ലഭൻ നീ. നിത്യം നിൻ സന്നിധൗ വണങ്ങിടും ദൂതരിൻ, നിത്യം നിൻ സന്നിധൗ വണങ്ങിടും ദൂതരിൻ ആനന്ദ കാരണം നീ. പരമരക്ഷാകര പാപവിനാശക പാരിന്നധിപനും നീ. തിരുനിണം ചിന്തി നീ വീണ്ട നിൻ കാന്തയൻ പ്രാണപ്രിയനും നീ. യേശുനാഥ രാജാധിരാജനെ നിൻ തിരുപാദത്തിൽ നമോ നമോ. പാപമിയലാത്ത ദൈവ കുഞ്ഞാടെ വാഴ്ത്തിടും ഞാനെന്നും നിന്നെ. പാപമിയലാത്ത ദൈവ കുഞ്ഞാടെ വാഴ്ത്തിടും ഞാനെന്നും നിന്നെ. കുരിശു ചുമന്നു ആ ഗിരിമേലേറിയ, കുരിശു ചുമന്നു ആ ഗിരിമേലേറിയ ദേവദേവനെ നിന്നെ. ശിരസതിൽ മുൾമുടി വേദനയനവധി ഏറ്റ മഹേശ്വര നിന്നെ. ഗഗനമേഘങ്ങളെ വാഹനമേറി വന്നിടും നാഥനെ നിന്നെ. യേശുനാഥ രാജാധിരാജനെ നിൻ തിരുപാദത്തിൽ നമോ നമോ. യേശുനാഥ രാജാധിരാജനെ നിൻ തിരുപാദത്തിൽ നമോ നമോ. സുന്ദര സുരലോകാധിപ മഹോന്നത, സുന്ദര സുരലോകാധിപ മഹോന്നത അനന്ത പിതാവിൻ ആദിമൊഴിയാം മമ, അനന്ത പിതാവിൻ ആദിമൊഴിയാം മമ. യേശുനാഥ രാജാധിരാജനെ നിൻ തിരുപാദത്തിൽ നമോ നമോ. നല്ല നിലയിൽ പാടുവാൻ നല്ല ഗാനം എഴുതുവാനും പാടുവാനും പ്രിയ പൈതലിനെ ദൈവം ബലപ്പെടുത്തിയല്ലോ. ഇനി നമ്മൾ പാടാൻ പോകുന്നത്, കേൾക്കാൻ പോകുന്നത് ഒരു മനോഹരമായ ഗാനമാണ്. നമ്മളെല്ലാം കർത്താവിന്റെ സേനയിലെ അംഗങ്ങളാണ്. നമുക്കൊരു ഉയർത്തുവാൻ ഒരു കൊടി തന്നിട്ടുണ്ട്. അത് സുവിശേഷത്തിന്റെ കൊടിയാണ്. ആ കൊടി ഉയർത്തിക്കൊണ്ട് ധീരരായിട്ട് പോരാടുവാൻ, കർത്താവിന്റെ വേല ചെയ്യുവാൻ, അനേകരെ ക്രിസ്തുവിലേക്ക് നടത്തുവാനുള്ള ആഹ്വാനമായിട്ട് നമ്മളോട് പാട്ടുകാരൻ പാടുക. ജയഗീതം പാടി ഘോഷിക്കാം. പോവുക ക്രിസ്തുവിന്റെ പിൻപേ നമുക്ക് അവന്റെ സ്നേഹത്തിന്റെ കൊടിയുമായി, അവിടുത്തെ സുവിശേഷത്തിന്റെ കൊടിയുമായി ലോകമെമ്പാടും പോകുവാനും ഇടയാകട്ടെ. അങ്ങനെ വന്നാൽ അനേകര് കർത്താവിനെ അറിയുവാൻ ഇടയായിത്തീരും, അനേകര് ദൈവകൃപയിലേക്ക് വരുവാൻ ഇടയായിത്തീരും. സത്യവാദ കാട്ടിടുന്ന, നീതിമാർഗം മോതിരുന്ന ക്രിസ്തുവിന്റെ സാക്ഷികളായിട്ട്, ധീര പടയാളികളായിട്ട് കർത്താവിന്റെ വേല ചെയ്യുവാനായിട്ട് ദൈവം
നമ്മളെ ആഹ്വാനം ചെയ്യാൻ. കർത്താവ് വരും, നമ്മുടെ കണ്ണുനീരെല്ലാം തുടയ്ക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് പ്രതിഫലം പ്രാപിപ്പാൻ തക്കവണ്ണം ക്രിസ്തുവിന്റെ സേനവീരരായിട്ട്, ധീരരായ പടയാളികളായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ആ മനോഹരമായ ഗാനം ഇപ്പോൾ സഹോദരി ആൽഫി ജെറാർഡ് ആലപിക്കുന്നതാണ്. UK നിന്ന് ആൽഫിയെ ഗാനം ആലപിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. നമുക്ക് പ്രിയ ഗാനം വളരെ ആത്മാർത്ഥതയോടെ അതിന്റെ ആ സത്യം ഉൾക്കൊണ്ടുകൊണ്ട്, സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ശ്രമിക്കാം. ക്രിസ്തുവിൻ സേനവീരരെ ഉയർത്തിയിടുവിൻ കോടിയേ, ക്രിസ്തുവിൻ സേനവീരരെ ഉയർത്തിയിടുവിൻ കോടിയേ. ധീരമായി പോരാടിടാം, കർത്തൻ വേല ചെയ്തിടാം, ജയഗീതം പാടി ഘോഷിക്കാം. ധീരമായി പോരാടിടാം, കർത്തൻ വേല ചെയ്തിടാം, ജയഗീതം പാടി ഘോഷിക്കാം. പോകണം പോകണം ക്രിസ്തുവിന്റെ പിൻപെ പോകണം. പോകണം പോകണം ക്രിസ്തുവിന്റെ പിൻപെ പോകണം. സത്യപാത കാട്ടി തന്നിടും, നീതിമാർഗമോദി തന്നിടും. സത്യപാത കാട്ടി തന്നിടും, നീതിമാർഗമോദി തന്നിടും. ക്രൂശിന്റെ സാക്ഷിയായി, ധീരപടയാളിയായി, ക്രിസ്തുവിനായി യുദ്ധം ചെയ്തിടാം. ക്രൂശിന്റെ സാക്ഷിയായി, ധീരപടയാളിയായി, ക്രിസ്തുവിനായി യുദ്ധം ചെയ്തിടാം. പോകണം പോകണം ക്രിസ്തുവിന്റെ പിൻപെ പോകണം. പോകണം പോകണം ക്രിസ്തുവിന്റെ പിൻപെ പോകണം. കണ്ണുനീർ തുടച്ചു നീക്കിടും, ആശ്രിതർക്കാലംബമേകിടും. കണ്ണുനീർ തുടച്ചു നീക്കിടും, ആശ്രിതർക്കാലംബമേകിടും. ജീവനെ വെടിഞ്ഞു ലോക ഇമ്പം വെറുത്തു, ക്രിസ്തുവിനായി പോഴ്ചിതിടുക. ജീവനെ വെടിഞ്ഞു ലോക ഇമ്പം വെറുത്തു, ക്രിസ്തുവിനായി പോഴ്ചിതിടുക. പോകണം പോകണം ക്രിസ്തുവിന്റെ പിൻപെ പോകണം. പോകണം പോകണം ക്രിസ്തുവിന്റെ പിൻപെ പോകണം. പാപികൾക്കു രക്ഷയേകിടും, രോഗികൾക്കു സൗഖ്യം നൽകിടും. പാപികൾക്കു രക്ഷയേകിടും, രോഗികൾക്കു സൗഖ്യം നൽകിടും. പാപത്തെ വെറുത്തും സംഗീതം ചെയ്തും രക്ഷകന്റെ പിൻപെ പോയിടാം.
പാപത്തെ വെറുത്തും തൻഹിതം ചെയ്തും രക്ഷകന്റെ പിൻപെ പോയിടാൻ പോകണം പോകണം ക്രിസ്തുവിന്റെ പിൻപെ പോകണം 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 ക്രിസ്തുവിന്റെ പിൻപെ പോകണം. മനോഹരമായ ഗാനം ആലപിക്കുവാൻ തുടർന്നും ആൽഫിയെ ബലപ്പെടുത്തൽ. ആൽഫിയെ ആദ്യമായിട്ടാണ് ഞാൻ സൂം പ്ലാറ്റ്ഫോമിൽ കാണുന്നത്, അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലാകാൻ. പ്രിയ മകനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അനേക ഗാനങ്ങൾ പാടുവാനും കർത്താവിനെ സേവിപ്പാനുള്ള കൃപ നൽകട്ടെ. താങ്ക് യു ആൽഫി ഫോർ യുവർ നൈസ് സിംഗിങ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും ഈ ശുശ്രൂഷയുടെ അവസാനത്തെ ഗാനത്തിലേക്ക് നമ്മൾ വന്നു വരുന്നിരിക്കുകയാണ്. നമ്മുടെ ദൈവം എത്ര മഹത്വപൂർണനായ ദൈവമാണ്. മാനവഭാവത്തെ മാലിന്യം നീക്കുവാൻ മാനവനായിട്ട് വന്ന ദൈവപുത്രൻ അവിടുന്ന് എത്രയോ വലിയവനാണ്, എത്രയോ മഹത്വവാനാണ്. അവിടുന്ന് ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനല്ലാതെ നമുക്ക് മറ്റൊന്നും സാധിക്കത്തില്ല. മഹോന്നതനായ ദൈവമേ, മഹത്വപൂർണനായ ദൈവമേ, ആ ദൈവം നമ്മുടെ പാപത്തിന് മാലിന്യം മാറ്റി എന്നുള്ള എത്രയോ അത്ഭുതകരമായ കാര്യമാണ്. നമ്മെ ശുദ്ധീകരിച്ച, നമ്മെ ദൈവമക്കളാക്കി, നമ്മളെ സ്വർഗത്തിന് അവകാശിയാക്കി തീർത്തു എന്നുള്ളത് എത്രയോ ശ്രേഷ്ഠമായ കാര്യമാണ്. ആ കർത്താവ് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശ് യാഗമായി തീർന്നു. മാത്രമല്ല കാൽകരം തന്നെ ആണികളാൽ ഏൽപ്പിച്ച് അവിടുത്തെ ശരീരമെല്ലാം, തിരുദേഹമെല്ലാം വികൃതമായി ഉഴവുചാല് പോലെ ശരീരമെല്ലാം കീറപ്പെട്ട് ഇങ്ങനെ വളരെ കഷ്ടം സഹിച്ച്, വളരെ പീഡ സഹിച്ച് നമുക്ക് വേണ്ടി രക്ഷ ഒരുക്കുക എന്നുള്ളത് എത്രയോ ശ്രേഷ്ഠമായ കാര്യമാണ്. ആ അനുഗ്രഹീതമായ യാഥാർത്ഥ്യം നമ്മുടെ രക്ഷയ്ക്ക് കാരണമാണ്. മാത്രമല്ല നമ്മുടെ ആത്മീയ ജീവിതത്തെ പ്രചോദിപ്പിക്കേണ്ട കാര്യമാണ്. നമുക്ക് വേണ്ടി ജീവൻ നൽകിയ, നമുക്ക് വേണ്ടി ശരീരം തകർത്ത് കളഞ്ഞ ഈ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ, കർത്താവിന്റെ സാക്ഷികളായി തീരുവാൻ നമ്മെ തന്നെ സമർപ്പിക്കുക. കർത്താവെ, എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പറയാം. ഈ ഗാനം എഴുതിയിരിക്കുന്ന മവേലിക്കരയിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന പ്രിയ തോമസ് കെ രാജു അങ്കിളാണ്. അദ്ദേഹം എഴുതിയ മനോഹരമായ ഒരു ഗാനമാണ്. അദ്ദേഹത്തിന് എഴുതുവാൻ ദൈവം ബലപ്പെടുത്തിയല്ലോ. ഇനിയും അനേക ഗാനങ്ങൾ എഴുതുവാൻ ദൈവം ബലപ്പെടുത്തിട്ട് ഈ ഗാനം പാടുന്നത് തളിപ്പറമ്പിലായിരുന്നുകൊണ്ട് കർത്താവിന്റെ വേലയിലായിരിക്കുന്ന റിജോയ് കെ ജോണാണ്. അദ്ദേഹം ഈ ഗാനം ആലപിക്കുന്നതാണ്. അതിനായി അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മഹത്വ സമ്പൂർണനാം ദൈവമേ, മാനവപാപം മാലിന്യം നീക്കുക മാനവനായി വന്ന ദൈവപുത്ര, ദൈവമേ, മഹത്വ സമ്പൂർണനാം ദൈവമേ, മാലിന്യം നീക്കുക മാനവനായി വന്ന ദൈവപുത്ര. ക്രൂശിൽ യാഗമായി കാൽകരം മാണിയാൽ തറയ്ക്കപ്പെട്ടു. കാൽവരി ക്രൂശിൽ യാഗമായി കാൽകരം മാണിയാൽ തറയ്ക്കപ്പെട്ടു. വിവേകമെല്ലാം വികൃതമായി ദേഹമെല്ലാം വികൃതമായി ഉഴവുകൾ പോറപ്പെട്ടു. ദൈവമേ, മഹത്വ സമ്പൂർണനാം ദൈവമേ, പാപത്തിൽ മാലിന്യം നീക്കുക മാനവനായി വന്ന ദൈവപുത്ര.
ശിരസിൽ വെച്ചടികളേറ്റു, നീലാവം കുന്തത്താൽ തുളയ്ക്കപ്പെട്ടു. മുൾമുടി ശിരസിൽ വെച്ചടികളേറ്റു, നീലാവം കുന്തത്താൽ തുളയ്ക്കപ്പെട്ടു. ഇതൊന്നും എനിക്കായി ചൊരിഞ്ഞുവല്ലോ, വാഴ്ത്തിടുന്നു. ഇതൊന്നും എനിക്കായി ചൊരിഞ്ഞുവല്ലോ, വാഴ്ത്തിടുന്നു. ദൈവമേ, മഹത്വ സമ്പൂർണ്ണനാം ദൈവമേ, മാനവ പാപത്തിൽ മാലിന്യം നീക്കുവാൻ മാനവനായി വന്ന ദൈവപുത്ര. തന്നവനെ, ഈ മരുവാസത്തിൻ കാലമല്ല, പ്രാണനെനിക്കായി തന്നവനെ, ഈ മരുവാസത്തിൻ കാലമല്ല. ഈ ദൈവപുത്രനെ കുമ്പിടുമേ, ആമോദമായി സ്തുതിച്ചിടുമേ. ഈ ദൈവപുത്രനെ കുമ്പിടുമേ, ആമോദമായി സ്തുതിച്ചിടുമേ. ദൈവമേ, മഹത്വ സമ്പൂർണ്ണ ദൈവമേ, മാനവ പാപത്തിൽ മാലിന്യം നീക്കുവാൻ മാനവനായി വന്ന ദൈവപുത്ര. ദൈവമേ, മഹത്വ സമ്പൂർണ്ണ ദൈവമേ, മാനവ പാപത്തിൽ മാലിന്യം നീക്കുവാൻ മാനവനായി വന്ന ദൈവപുത്ര. താങ്ക് യു റിജോയ്. മനോഹരമായിട്ട് പാടി. പ്രിയ തോമസ് രാജു അങ്കിൾ എഴുതിയ പാട്ട് മനോഹരമായിട്ട് പാടി. നമുക്ക് ആ കർത്താവിന്റെ സ്നേഹത്തെ, കർത്താവിന്റെ ആ താഴ്മയെ, കർത്താവിന്റെ മരണത്തെയൊക്കെ ഓർക്കുവാനിടയായി. ഇത്രയും സമയം അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ഗാനങ്ങൾ ശ്രവിക്കുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തി. ഈ പ്ലാറ്റ്ഫോമിലായിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള സ്നേഹവും കൃതജ്ഞതയും അറിയിക്കുകയാണ്. ഇപ്പോൾ നന്ദി അറിയിക്കുന്നതിനായിട്ട് പ്രിയപ്പെട്ട ജോൺ ചെറിയാൻ ബ്രദറിനെ ക്ഷണിക്കുകയാണ്. പെർത്തില് കർത്താവിന്റെ വേലയിലായിരിക്കുന്ന, അതുപോലെ ജോലിയോട് ബന്ധത്തിൽ കർത്താവിന് വേണ്ടി വളരെയധികം പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരനാണ്. കുടുംബമായിട്ട് പെർത്തിൽ താമസിച്ചുകൊണ്ട് ആയിരിക്കുന്നു. പ്രിയപ്പെട്ടവനെ ഈ ഹോസ്റ്റാണ് ഈ പ്ലാറ്റ്ഫോം ഒരുക്കുവാൻ ദൈവം ബലപ്പെടുത്തി. പ്രിയപ്പെട്ട ജോൺ ചെറിയാൻ ബ്രദർ ഇപ്പോൾ നന്ദിയുടെ ചില വാചകങ്ങൾ ചുരുക്കമായിട്ട് നമ്മോട് പറയുന്നതാണ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത്രത്തോളം അനുഗ്രഹിച്ച സമയം ചെലവിടുവാൻ ദൈവം സഹായിച്ചു. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരുന്ന് നമ്മളെല്ലാവരും ദൈവ മക്കളെന്നുള്ള ആ വലിയ ഭാഗ്യ പദവി ഒന്നുകൂടെ ഓർക്കുവാൻ ദൈവത്തെ ഒരിക്കൽ കൂടെ തന്റെ ക്രൂശ് മരണത്തിനെയും ഉയർപ്പിനെയും ആ വീണ്ടും വരവിനെയും എല്ലാം പാട്ടിൽ കൂടെ എല്ലാം നമുക്ക് കാണുവാൻ നമ്മൾ സഹായിച്ചു. കൂടി വന്ന എല്ലാവരെയും, എല്ലാ സഹോദരി സഹോദരന്മാരെയും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. നിങ്ങളുടെ വിലപ്പെട്ട സമയം ഇത്തരണത്തേക്കിൽ വിനിയോഗിക്കുവാൻ ദൈവം ഇടവരുത്തിയല്ലോ. കൂടുതൽ ദൈവം അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ തുടരുന്ന ഈ ആത്മീയ ശുശ്രൂഷ ഇങ്ങനെ ഇന്നും അനുഗ്രഹപൂർണ്ണമായി നടക്കുവാൻ സഹായിച്ചു. പ്രതിയുടെ ക്ഷോഭങ്ങളും മഴയുടെ പ്രയാസങ്ങളും അതുപോലെ തന്നെ സഹോദരിമാരുടെ മീറ്റിംഗ് എല്ലാം ഉണ്ട്. എന്നാലും അതിനകത്ത് വളരെ കുറവ് വന്നിട്ടില്ല വ്യൂവേഴ്സ്. അതിനായി ദൈവത്തിന് സ്തുതിക്കുന്നു. ആദ്യമായി ഇതിന്റെ വെൽക്കവും അതുപോലെ ഇൻട്രൊഡക്ഷൻ എല്ലാം പറഞ്ഞ റിജോയ് ജോണിനെ ഞാൻ ദൈവനാമത്തിൽ നന്ദി പറയുന്നു. തന്റെ വളരെ തിരക്കുള്ള ആത്മീയമായ ശുശ്രൂഷകൾ താൻ ചെയ്യുന്നുണ്ട്. അതിനടുവിൽ ഈ തരുണത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉത്തരവാദിത്തമായിട്ട് പല ചുമതല വഹിക്കുവാൻ തന്നെ ഇടവരുത്തുന്നു. തനിക്ക് ശരീരമായ ക്ഷീണമുണ്ട്, എന്നാലും
ദൈവം തന്നെ അവിടുന്ന് വഴി നടത്തുന്നു. അതിനെ സ്തുതിക്കുന്നു. താൻ കടുവന്റെ പ്രദേശത്ത് താൻ ചെയ്യുന്ന ശുശ്രൂഷകളും ആത്മീയമായ വേലകളെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച പ്രിയ കെ എം ജോൺ തിരുവല്ല, കെ എം ജോൺ അച്ചായനെ ദൈവനാമത്തിൽ നന്ദി പറയുന്നു. അതുപോലെ ലീഡ് ചെയ്ത പ്രിയ വിനോദ് പേറിനെ വളരെ അനുഗ്രഹപൂർണമായി അത് നരേഷൻ പറയുവാൻ ദൈവം ഇടവരുത്തി. അതിന് അതിൻ്റെ തക്കതായിട്ടുള്ള അർത്ഥത്തോടെ തന്നെ അതെല്ലാം പറഞ്ഞു തരുവാൻ ദൈവം ഇടവരുത്തി. താനും ചെയ്യുന്ന ആത്മീയ ശുശ്രൂഷ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തനിക്കും കുടുംബമായിട്ട് ചെയ്യുന്ന എല്ലാ അനുഗ്രഹങ്ങളും ദൈവം കൂടുതലായിട്ട് നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാട്ടുപാടിയ എല്ലാവരെയും ഞാൻ ദൈവനാമത്തിൽ നന്ദി പറയുന്നു. എല്ലാവരും നന്നായി പാടി. ഒന്നും അതിനകത്ത് യാതൊരു മോശവും പറയാനില്ല. പ്രിയ സജീവ് മാത്യു മെൽബേണിലെ, ഞാൻ പാട്ട് പറയുന്നില്ല, കാര്യം സമയം അതിക്രമിച്ചുകൊണ്ട്. അതുപോലെ തന്നെ ലിൻഡ തോമസും മെൽബേണിൽ നിന്ന് നല്ല രീതിയിൽ പാട്ട് പാടാൻ സഹായിച്ചു. ദൈവനാമത്തിൽ നന്ദി പറയുന്നു. അതുപോലെ റൂബിൽ ജോബിയെ ചെന്നൈയിൽ നിന്ന് നല്ല രീതിയിൽ പാട്ട് പാടുവാൻ ദൈവം സഹായിച്ചു. അതിന് ദൈവത്തിന് സ്തോത്രം. അതുപോലെ ഡിജോ ജോർജ് കാനഡയിൽ നിന്ന് താനും ഇംഗ്ലീഷുള്ള പാട്ട് പാടുവാൻ ദൈവം ഇടവരുത്തി. ദൈവനാമത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഫിലിപ്പ് ആൻഡ്രൂസ് ഡാലസിൽ നിന്ന് അത് പാട്ട് പാടുവാൻ ദൈവം ഇടവരുത്തി. അതിനായി ദൈവനാമത്തെ സ്തുതിക്കുന്നു. അതുപോലെ ന്യൂയോർക്കിൽ നിന്ന് ഷാലിനും അതുപോലെ ഷെർലി സിസ്റ്റർക്കും കർത്താവ് പാടുവാൻ സഹായിച്ചു. അതിന് ദൈവനാമത്തിൽ നന്ദി പറയുന്നു. അതുപോലെ പ്രിയ രാജു ജോർജ് പേർ ദോഹയിൽ നിന്ന് വളരെ നാൾക്ക് ശേഷമാണ് പ്രിയ സഹോദരനെ സൗകര്യമായിട്ട് കിട്ടിയത്. എന്നാലും നന്നായി പാടുവാൻ ദൈവം ഇടവരുത്തി. അതുപോലെ എറിക് എവിസൺ ചിറ്റൂർ താനും എഴുതിയ പാട്ട് അത് നന്നായി പാടുവാൻ ദൈവം ഇടവരുത്തി. ദൈവനാമത്തിൽ അത് സ്തുതിക്കുന്നു. താനും പിതാവും അതുപോലെ തന്നെ വല്യപ്പനെല്ലാം ആ വഴികളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ അൽഫി ജെറാൾഡ് യുകയിൽ നിന്ന് മാഞ്ചസ്റ്ററിൽ നിന്നാണ് സഹോദരൻ പാടിയത്. തന്നെയും ആത്മീയമായ ആ താല്പര്യത്തിനായി ദൈവത്തിനെ സ്തുതിക്കുന്നു. നല്ലപോലെ പാട്ടുപാടാൻ സഹായിച്ചു. അതുപോലെ റിജോയ് ജോൺ അത് ഇന്ന് ഈ പ്രാവശ്യം തളിപ്പറമ്പിൽ നിന്ന് താനും തന്നൊരു പാട്ട് പ്രിയ സഹോദരൻ തോമസ് രാജു സഹോദരന്റെ പാട്ടുപാടാൻ സഹായിച്ചു. അങ്ങനെ എല്ലാ വിധത്തിലും അനുഗ്രഹപൂർണമായ ഈ ഉദ്ദേശം 2 മണിക്കൂർ ചെലവഴിക്കാൻ ദൈവം സഹായിച്ചു. നമുക്ക് ഈ സൂം മാധ്യമങ്ങൾ കൂടി ഞങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷകളെ ഞങ്ങൾ ഒന്ന് ഒരിക്കൽ കൂടെ ഓർപ്പിക്കുന്നു. രാവിലെ 6:30 മണിക്ക് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമാണ്. അരമണിക്കൂർ ബൈബിൾ സ്റ്റഡി ഉണ്ട്. അത് ലീഡ് ചെയ്യുന്നത് പ്രിയ ദേവദാസൻ കെ എം ജോണാണ്, തളിപ്പറമ്പ്. ഇപ്പം ഫസ്റ്റ് തെസലോനിക്കയിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ വ്യാഴാഴ്ച രാവിലെ പ്രാർത്ഥനയുണ്ട്. വിവിധ വിഷയങ്ങളെ ഓർത്ത് രാവിലെ 6:30 വൈകുന്നേരം രാവിലെ 6:30 പ്രാർത്ഥനയുണ്ട്. വൈകുന്നേരം 5:30 സിസ്റ്റർ മീറ്റിംഗ് ഉണ്ട്. അതിന് സജീവമായി സഹോദരിമാരെല്ലാം കടന്നു വരുന്നു. എല്ലാവർക്കും അതിനകത്ത് ഈ ലിങ്കിൽ വരാം. ഇന്ന് ആ ഉപയോഗിച്ച ലിങ്ക് തന്നെ ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി, അത് ഓപ്പൺ ആക്കി വരും. അതുപോലെ ശനിയാഴ്ച വൈകുന്നേരം എല്ലാ ശനിയാഴ്ചകളും ഇങ്ങനെ ഫാമിലി ഗാർഡനിങ് ഉണ്ട്. അത് 6 മണിക്കാണ്. ഈ അവസാനത്തെ ശനിയാഴ്ച ഇതുപോലെ ഈ ഗാന ശുശ്രൂഷയായിട്ട് ബന്ധപ്പെട്ടാണ് ഇങ്ങനെ നടന്നു പോകുന്നത്. ഇങ്ങനെ എല്ലാ വിഷയങ്ങളും അറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും കടന്നു വരാം. നല്ലൊരു ബൈബിൾ സ്റ്റഡിയാണ്. അതുപോലെ സഹോദരന്മാരുടെ മീറ്റിങ്ങും വളരെ ആക്റ്റീവാണ്. എല്ലാവർക്കും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേക ഈ ലിങ്ക് ഇപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന ലിങ്ക് തന്നെ അത് ജസ്റ്റ് ഒന്ന് അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിലത്ത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഇപ്പം ഈ കാര്യങ്ങൾ ഇത്രത്തോളം ദൈവം സഹായിച്ചു. അനുഗ്രഹപൂർണമായ സമയം ചെലവഴിക്കാൻ ദൈവം സഹായിച്ചു. എല്ലാ മഹത്വവും വലിയനായ ദൈവത്തിന്. ഇപ്പം പ്രാർത്ഥിച്ച് ഈ അവസാനിപ്പിക്കാൻ വേണ്ടി ഇവാഞ്ചലിസ്റ്റ് ആർ സോമൻ കമ്പിളിക്കണ്ടം ഇടുക്കിയിൽ ദൈവവേല ചെയ്യുന്ന പ്രിയ സഹോദരനെ ദൈവനാമത്തിൽ ക്ഷണിക്കുന്നു. പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിക്കാം. സ്നേഹമുള്ള ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ അവിടുത്തെ വാഴ്ത്തുന്നു. കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു. അനുഗ്രഹീതമായ നല്ലൊരു സമയം കർത്താവ് ഞങ്ങൾക്ക് അനുവദിച്ചതിനായിട്ട് സ്തോത്രം.
വിവിധ സ്ഥലങ്ങളിൽ നിന്നായി ഞങ്ങൾക്ക് ഒരുമിച്ച് വന്ന് രമനാഥനെ വാഴ്ത്തുവാൻ, സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് നൽകിയ മഹാഭാഗ്യത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ തിരുവഴുത്തിൽ വായിക്കുന്ന പോലെ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും എന്ന് ഞങ്ങൾ വായിക്കുന്നുണ്ട്. ആ നിലയിൽ ഇന്നും കർത്താവ് അവിടുന്ന് അവസരം നൽകിയതിനായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ, PIC ബ്രദറൻ അസംബ്ലിയുടെയും ഷാലോൺ ഗോസ്പൽ മിനിസ്ട്രീസിന്റെയും ചുമതലയിൽ ചാതുര്യ കീർത്തനം എന്ന ഈ പ്രോഗ്രാം വളരെ മനോഹരമായ നിലയിൽ കോർഡിനേറ്റ് ചെയ്യുവാൻ കർത്താദാസൻ ജോയ് കെ ജോൺ അവറുകളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം. അവിടെ ദാസനെ തുടർന്നും സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ മീറ്റിംഗ് മനോഹരമായ നിലയിൽ ലീഡ് ചെയ്യുവാൻ കർത്താവിന്റെ ദാസൻ വിനോദ് തോമസ് സാറിനെ സഹായിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അടുത്ത ദാസനെ അനുഗ്രഹിക്കണം, സഹായിക്കണം. കഴിഞ്ഞ നാളുകളിൽ വിവിധങ്ങളായിരിക്കുന്ന ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുവാൻ കർത്താവ് കരങ്ങൾ ഉപയോഗിക്കുന്നതിനായി സ്തോത്രം, തുടർന്നും സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അതുപോലെ വിവിധ ഭാഷകളിൽ അർത്ഥസമ്പുഷ്ടമായ ഗാനങ്ങൾ ആലപിപ്പാൻ അവിടുത്തെ മക്കളെയും അവിടുത്തെ ദാസന്മാരെയും ദാസന്മാരെയും ഒക്കെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നല്ല മനോഹരമായ ശബ്ദത്തിൽ തുടർന്നും അവിടത്തേക്ക് വേണ്ടി പാടുവാൻ, മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് ആവശ്യമായ ദൈവകൃപ അവിടുത്തെ മക്കൾക്ക് നൽകി സഹായിക്കണം എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയുടെ പിന്നാമ്പുറത്ത് അധ്വാനിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായിട്ടും ദൈവദാസന്മാർക്കായിട്ടും ദൈവസഭയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ, അവിടുന്ന് അനുഗ്രഹിക്കണം. BSC ബ്രദറൻ അസംബ്ലിയുടെ എല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, പ്രത്യേകിച്ച് ഇന്ന് ബൈബിൾ സ്റ്റഡിയും അതുപോലെ തന്നെ പ്രയറും സിസ്റ്റേഴ്സ് മീറ്റിംഗും ഫാമിലി ഗാദറിംഗ് ഒക്കെ നടത്തുന്ന ദൈവസഭയെ അവിടുന്ന് അനുഗ്രഹിക്കണം. ഓരോ ആഴ്ചയിലെ എല്ലാ പ്രോഗ്രാമിനെയും എല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അതുപോലെ ഇന്ന് ഇതിൽ ജോയിൻ ചെയ്ത എല്ലാ ദൈവമക്കൾക്കായിട്ടും ദൈവദാസന്മാർക്കായിട്ടും മൂപ്പന്മാർക്കായിട്ടും ഞങ്ങൾ നന്ദി പറയുന്നു. വിവിധ രാജ്യങ്ങളിലായി വിവിധ ദേശങ്ങളിൽ നിന്നായി ജോയിൻ ചെയ്ത എല്ലാ പ്രിയമുള്ളവരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണം. ഇത്രത്തോളം ദൈവകൃപ അവിടുന്ന് നൽകി. നെറ്റ് ഇഷ്യൂസ് ഒന്നും വരാതെ വണ്ണം കർത്താവ് കൃപയിൽ സൂക്ഷിച്ചു. കാലാവസ്ഥയൊക്കെ പ്രതികൂലമായിരുന്നു എന്ന് ഒരിക്കലും എല്ലാം അനുകൂലമാക്കി മാറ്റി കർത്താവിനെ ഉയർത്തുവാൻ, മഹത്വപ്പെടുത്തുവാൻ, പാടുവാൻ, കീർത്തിപ്പാൻ കർത്താവ് കൃപ ചെയ്തതിനായി സ്തോത്രം. ഇന്ന് ഈ മീറ്റിംഗിന് വേണ്ടി നന്ദി പറഞ്ഞ അവിടുത്തെ ദാസനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ജോൺ ചെറിയാനങ്ങളിനാട് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കണം, സഹായിക്കണം. PIC സഭയുടെ എൽഡർ എന്ന നിലയിൽ രക്ഷിതാവിനെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്താൻ, കാര്യങ്ങൾ ക്രമീകരിപ്പാൻ ഒക്കെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. തുടർന്നും കർത്താവ് അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ഇത്രത്തോളം നൽകിയ എല്ലാ നന്മകൾക്കായിട്ട് സ്തോത്രം. തുടർന്നും അടുത്ത മാസവും അവസാന ആഴ്ചയിൽ ഞങ്ങൾക്ക് ഇതുപോലെ കൂടി വന്ന് അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് കൃപ ചെയ്യണം. തന്ന എല്ലാ നന്മകൾക്കായിട്ട് സ്തോത്രം. പ്രവശങ്ങൾ ക്ഷമിക്കണം. ഞങ്ങൾക്ക് ജീവൻ വെച്ച കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ അതിമഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിനെ ആശ്വസിപ്പിക്കുന്ന കൂട്ടായ്മയും സഹവാസവും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും വിശിഷ്യ ലോകത്തിലെ സകല വിശുദ്ധന്മാരോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.